എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, വേനൽക്കാലം കഴിഞ്ഞു, മഴക്കാലം എത്തിയിരിക്കുന്നു. മഴക്കാലം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും ഓടി വരുന്നത് രോഗങ്ങളുടെ ഒരു പെരുമഴക്കാലമാണ്. ഇന്ന് ചില മഴക്കാല രോഗങ്ങളെക്കുറിച്ചും അത് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പ്രിക്കോഷൻസിനെ കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. മഴക്കാലത്ത് ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് പനി. കൂടുതലായും പനി ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വൈറസാണ്. ഈ വൈറൽ ഫീവർ വരുന്നത് അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാനുള്ളത് പ്രധാനമായിട്ട് കോണ്ടാക്ട്. ഈ പനിയുള്ള ആൾ ശ്വസിക്കുന്നത് തുമ്മലിലൂടെയോ അന്തരീക്ഷത്തിലേക്ക് കലരുന്ന രോഗാണു അല്ലെങ്കിൽ ഡ്രോപ്പ്ലെറ്റ് ആയിട്ട് മറ്റൊരാൾ ശ്വസിക്കുന്നതിലൂടെയോ നേസൽ അല്ലെങ്കിൽ മൂക്കിലൂടെയോ ഉള്ളിലേക്ക് കടക്കുകയും അത് ശേഷം പനി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അടുത്തതായി ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് ആശുപത്രികളിൽ കാണാൻ കഴിയുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് ഡെങ്കിപ്പനി അല്ലെങ്കിൽ ചിക്കൻ ഗുനിയ പോലുള്ള അസുഖങ്ങൾ കൊണ്ടാണ്. ഇത് പ്രധാനമായിട്ടും കൊതുക് പരത്തുന്ന അസുഖങ്ങളാണ്. സോ അവിടെയും നമ്മൾ കൃത്യമായി ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സാധാരണ മഴക്കാല പനിയെ പോലെ തന്നെ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ചില അസുഖങ്ങൾ ഒന്നാണ് ഡെങ്കിപ്പനി, അതുപോലെ ചിക്കൻ ഗുനിയ. ഈ രണ്ട് അസുഖങ്ങളും പനിയാണ് പ്രധാന ലക്ഷണമെങ്കിൽ മറ്റ് ഗുരുതരാവസ്ഥയിലേക്ക് പോകാനുള്ള വളരെയധികം സാധ്യത കൂടുതലാണ്. ഇത് പ്രധാനമായിട്ടും കൊതുകിലൂടെയാണ് ഒരാളിൽ ഇൻഫെക്റ്റ്. അതുപോലെ തന്നെ കണ്ടുവരുന്ന മഴക്കാല രോഗങ്ങളിൽ ഒന്നാണ് ഹെപ്പറ്റൈറ്റിസ് എ, അല്ലെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് മഞ്ഞപ്പിത്തം എന്നൊക്കെ പറയുന്ന അസുഖം. അതുപോലെ തന്നെ എലിപ്പനി, ടൈഫോയിഡ് പോലെയുള്ള അസുഖങ്ങൾ മഴക്കാലത്ത് കൂടുതലായി കണ്ടുവരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഹെപ്പറ്റൈറ്റിസ് എ. ഈ അസുഖം ഉണ്ട്, അതായത് ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ടാവുന്നത് വൃത്തിയില്ലാത്ത ഭക്ഷണം കഴിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ വൃത്തിഹീനമായ ചുറ്റുപാടുകളിൽ നിന്ന് വെള്ളം കുടിക്കുന്നതിലൂടെയാണ് കൂടുതലായും ശരീരത്തിലേക്ക് ഇൻഫെക്റ്റഡ് ആവുന്നത്. ഇതൊരു വൈറസ് ഡിസീസാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു മുൻകരുതൽ എടുക്കേണ്ടതാണ്. ഇനി ടൈഫോയിഡ് പോലുള്ള അസുഖവും ഇതുപോലെ തന്നെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ വാട്ടർ നമ്മൾ എടുക്കുന്നത് അല്ലെങ്കിൽ കഴിക്കുന്നതിലൂടെ കുടിക്കുന്നതിലൂടെയാണ് പ്രധാനമായിട്ടും ഈ ടൈഫോയിഡ് പോലുള്ള പനി അല്ലെങ്കിൽ അസുഖം കൂടുതലായും ശരീരത്തിൽ ഇൻഫെക്റ്റഡ് ആവുന്നത്. അപ്പം മൂന്നാമത്തേതുള്ളത് നമ്മൾ എലിപ്പനിയാണ്, ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്ന അവസ്ഥ. ഇതും ഇതുപോലെ തന്നെ വെള്ളത്തിലൂടെ അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൂടെ ചെളിവെള്ളത്തിലൂടെയൊക്കെയാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം എലിയാണ്. എലിയുടെ മൂത്രം അല്ലെങ്കിൽ മറ്റ് വിസർജ്യ വസ്തുക്കൾ ഈ വെള്ളത്തിൽ മിക്സ് ആവുകയും അത് മുറിവിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ കൈകളിലൂടെയോ നമ്മുടെ വായുവിലൂടെയോ പ്രധാനമായിട്ടും ശരീരത്തിനുള്ളിലേക്ക് കടന്ന് അസുഖം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇതൊരു ബാക്ടീരിയൽ ഡിസീസ് കണ്ടീഷനാണ്. അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും മഴക്കാലത്ത് കണ്ടുവരുന്ന ചില അസുഖങ്ങൾ. ഇനി ഈ അസുഖങ്ങളെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം? കാരണം പ്രതിരോധമാണ് നമ്മുടെ മുൻപിൽ ആദ്യം വേണ്ടത്. സാധാരണ പനി എന്ന് പറയുന്നത് കൂടുതലായിട്ട് നമുക്കിപ്പോൾ സ്കൂള് തുറന്ന സമയമാണ്, സ്കൂളിൽ കുട്ടികളെല്ലാവരും ഒന്നിച്ചു പോകുന്നു, കൂടുതലായിട്ട് ക്രൗഡ് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ ഒരാളിൽ നിന്ന് മറ്റൊരാൾക്കും വേഗം പകർച്ചപ്പനി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെയാണ് നമ്മൾ SMS എന്ന് പറയുന്ന ആ കോട്ട് നമ്മൾ അല്ലെങ്കിൽ കോഡ് ഓർത്തിരിക്കേണ്ടത്. SMS നമുക്കറിയാം, അത് കൂടുതലായും കേട്ടിരുന്ന കൊറോണ കാലത്താണ്. സോഷ്യൽ ഡിസ്റ്റൻസിങ് നമ്മളത് കൃത്യമായിട്ട് പാലിക്കണം. അതുപോലെ തന്നെ മാസ്ക് ധരിക്കുക, അതുപോലെ തന്നെ സാനിറ്റൈസർ നമ്മൾ യൂസ് ചെയ്യുക. സാനിറ്റൈസർ ഇല്ല അല്ലെങ്കിൽ കയ്യിലില്ല, കൃത്യമായിട്ട് കൈ നമ്മൾ സോപ്പിട്ട് കഴുകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിലൂടെ നമുക്ക് കൂടുതലും ഈ ക്രൗഡഡ് ഏരിയയിൽ നിന്നും ഇങ്ങനെ പകർച്ചപ്പനി അല്ലെങ്കിൽ വൈറൽ ഫീവർ ഉണ്ടാകുന്നതിൽ നിന്നും നമുക്ക് ഒരു പരിധിവരെ രക്ഷപ്പെടാവുന്നതാണ്. ഇനിയും ഹെപ്പറ്റൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ടൈഫോയിഡ് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പ്രധാനമായിട്ടും വൃത്തിയുള്ള ഭക്ഷണവും വൃത്തിയുള്ള പാനീയങ്ങളുണ്ട്. അത് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം വീട്ടിൽ നിന്ന് തന്നെ കൂടുതലും കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. വൃത്തിയുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക, ചൂടുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും വൃത്തിഹീനമായ ചുറ്റുപാടിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യരുത്. മറ്റൊന്ന് ഈ പറയുന്ന എലിപ്പനിയാണ്. എലിപ്പനി നമുക്കറിയാവുന്ന പോലെ തന്നെ കെട്ടിക്കിടക്കുന്ന വെള്ളം അല്ലെങ്കിൽ ചെളിവെള്ളത്തിൽ നമ്മൾ നടക്കുന്നതിലൂടെ അതുമായിട്ട് കോണ്ടാക്ട് വരുന്നതിലൂടെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഈ പറയുന്ന ബാക്ടീരിയ കടക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലും നമ്മളിങ്ങനെയുള്ള സിറ്റുവേഷനിലെ സാഹചര്യമായിട്ട് കോണ്ടാക്റ്റ് വരാതെ ശ്രദ്ധിക്കുക. അതിനുള്ള കൃത്യമായിട്ട് പ്രിക്കോഷൻസ് നമുക്ക് എടുക്കേണ്ടതാണ്. ഇനി മുറിവ് ഒക്കെ ഉള്ള ആളുകൾ ഒരിക്കലും ഈ പറയുന്ന വൃത്തിഹീനമായ ചുറ്റുപാടിൽ വെള്ളത്തിലൂടെ നടക്കാനൊന്നും ശ്രമിക്കരുത്. കൃത്യമായി നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ ശരീരം ശുദ്ധി വരുത്തേണ്ടതാണ്. നന്നായി കൈ വൃത്തിയായി കഴുകുക, അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രങ്ങൾ നന്നായിട്ട് കഴുകുക. ഇത് എലിപ്പനി പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിന് നമുക്ക് സഹായിക്കും. കാരണം എലിപ്പനി എന്ന് പറയുന്ന അസുഖം വളരെ ഗുരുതരമായ അസുഖമാണ്. കൂടുതലായിട്ട് ഇതിൽ ലിവറിനെ ബാധിക്കാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രിക്കോഷൻസ് എടുക്കുന്നതിലൂടെ നമുക്കിതിനെ പ്രതിരോധിക്കാനായിട്ട് കഴിയും. മറ്റൊന്ന് എന്ന് പറയുന്നത് ഡെങ്കു ഫീവർ അല്ലെങ്കിൽ ചിക്കൻ ഗുനിയാണ്. പറഞ്ഞിരുന്നത് ഇത് പ്രധാനമായിട്ടും കൊതുക് അല്ലെങ്കിൽ കൊതുക് കുത്തുന്നതിലൂടെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഈ പറയുന്ന ഈ രോഗാണു ഓർഗാനിസം ശരീരത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാനമായിട്ടുള്ള പ്രതിരോധ മാർഗം എന്ന് പറയുന്നത് കൊതുക് വളരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക എന്നാണ്. നമ്മുടെ ചുറ്റുപാടുകൾ അതുപോലെ തന്നെ നമ്മുടെ പരിസരങ്ങളിലുള്ള
മറ്റ് ചാലുകൾ അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ആ പരിസര എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വൃത്തിയായി സൂക്ഷിക്കുക. ഒരിക്കലും വീട്ടിലെ ചിരട്ട അങ്ങനെ വസ്തുക്കളൊന്നും വെള്ളം കെട്ടിക്കിടക്കുന്ന രീതിയിലേക്ക് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അതിനെയൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ പരിസര ശുദ്ധീകരിക്കുന്നതിലൂടെ നമ്മൾ അതിനെ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് കഴിയുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കഴിവതും നമുക്ക് ഈ മഴക്കാല രോഗങ്ങളെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ ചെറുക്കുവാനായിട്ടും കഴിയും. ഇനിയും അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ ഒരു ചികിത്സയാണ് വേണ്ടത്. അതൊരിക്കലും ഒരു സെൽഫ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ശ്രമിക്കുകയോ ചെയ്യരുത്. കൃത്യമായി ഒരു ഡോക്ടറെ കണ്ട് അത് കൃത്യമായി മെഡിസിൻ എടുക്കുകയും റെസ്റ്റ് എടുക്കുകയും നിങ്ങൾ ചെയ്യേണ്ടതാണ്.